السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന, കടം കൊണ്ട് വലയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. അവരൊക്കെ പലപ്പോഴായി ചോദിക്കുന്നത്, ഈ കടത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ, ഞങ്ങൾക്ക് ഗിന അഥവാ ഞങ്ങളെ ഗനിയാക്കാൻ, ഞങ്ങൾക്ക് ഐശ്വര്യം ലഭിക്കാൻ, ഞങ്ങളുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകാൻ എന്തെങ്കിലും പ്രത്യേകമായ അമലുകൾ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നതാണ്. ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്, മലയോളം, ഉഹുദ് മലയോളം സ്വർണം കടമുണ്ടെങ്കിലും, ഇനി അതല്ല മറ്റെന്തെങ്കിലും വസ്തുക്കൾ നിങ്ങൾക്ക് കടമുണ്ടെങ്കിലും അത് വീടാനുള്ള ദുആ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും പലരും പറയുന്നത്, ഈ ദുആകളൊക്കെ ഞങ്ങൾ ഓതുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. ഇവിടെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട വിഷയം, അത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ഇബാദത്തുകൾ കൂടാതെ അവരുടെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണം, 5 നേരത്തെ നിസ്കാരം നിർബന്ധമായ ഒരു സാധാരണഗതിയിൽ ഒരു മുസ്ലിം ചെയ്യേണ്ടുന്ന ഇബാദത്തുകളാണ്. ഈ ഇബാദത്തുകളിൽ ഒരു വക്കത്തിന് പോലും കോട്ടം സംഭവിക്കാത്ത നിലയിൽ, ഒരു വക്കത്ത് പോലും ഖളാ ആകാത്ത നിലയിൽ, ഒരു വക്കത്ത് പോലും നഷ്ടപ്പെടാത്ത നിലയിൽ നമസ്കരിക്കുകയും വേണം. അതുകൂടാതെ മറ്റ് സുന്നത്തുകൾ, മറ്റ് അധികമായ ഇബാദത്തുകളും അധികരിപ്പിക്കുക. അപ്പോൾ ഒന്നാമത് ചെയ്യേണ്ടത്, ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരു അമലാണ് തഹജ്ജുദ് നിസ്കാരം. സുബഹി ബാങ്കിന് തൊട്ട് മുമ്പുള്ള സമയം, ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് സുബഹി നമസ്കാരത്തിന് മുമ്പ് ഈ തഹജ്ജുദ് നിസ്കാരം 2 റക്അത്തെങ്കിലും നിസ്കരിച്ച് ദുആ ചെയ്യുക ഏറ്റവും ഒന്നാമത്തെ കടമ്പ. രണ്ടാമത്തെ കടമ്പ, ഒരു 7 മണിക്ക് ശേഷം 12 മണിക്കുള്ളിലായി 2 റക്അത്ത് ളുഹായും കൂടെ നിസ്കരിക്കുക. അതും പതിവാക്കുക. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ മാറ്റമുണ്ടാകും. എന്നിട്ട് ഈ പറയാൻ പോകുന്ന രൂപത്തിൽ നിങ്ങൾ പാരായണം ചെയ്യുക. അതിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വലാത്തുൽ ഫാത്തിഹ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് അന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വ അലാ ആലിഹി ഹഖ ഖദ്രിഹി വ മിഖ്ദാരിഹിൽ അലീം. നമ്മുടെ ചാനൽ നേരത്തെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്വലാത്തുൽ ഫാത്തിഹ എന്നുള്ളത്. അത് ചാനൽ ഓൾറെഡി കിടപ്പുണ്ട്. ആ സ്വലാത്ത് ഓരോ നമസ്കാരത്തിന് ശേഷവും കുറഞ്ഞത്, ഒരുപാട് കടം കൊണ്ട് വലയുന്ന ആളുകൾ ഏറ്റവും കുറഞ്ഞത് 33, 101 പ്രാവശ്യം ചൊല്ലാൻ കഴിയുന്നവർ അങ്ങനെ ചൊല്ലി ദുആ ചെയ്യുക. അവിടെ തന്നെ ഇരുന്ന്, അതേ ഇരുത്തത്തിൽ ഇരുന്ന് തന്നെ ചൊല്ലി ദുആ ചെയ്യുക. രണ്ടാമത്തത്, ഏറ്റവും പവർഫുള്ളായ മറ്റൊരു ദുആ, ജുമുഅ നമസ്കാരത്തിന് ശേഷം, സ്ത്രീകളാണെങ്കിൽ പള്ളിയിൽ ജുമുഅ നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞതിന് ശേഷം നിങ്ങൾ ളുഹർ നിസ്കരിക്കുമ്പോൾ ജുമുഅയ്ക്ക് ശേഷമുള്ള സമയം ളുഹർ നിസ്കരിച്ച് അവിടെ തന്നെ ഇരിക്കുക. പുരുഷന്മാർ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ ഇരിക്കുക. അവിടെ നിന്നിട്ട് അല്ലാഹുമ്മ അഗ്നിനി ബിഫളിക അമ്മൻ സിവാക് വബിഹലാലിക അൻ ഹറാമിക്. അല്ലാഹുമ്മ അഗ്നിനി ബിഫളിക അമ്മൻ സിവാക് ബിഹലാലിക അൻ ഹറാമിക. ഈ ഒരു ദുആ ആ ഒരു ജുമുഅയ്ക്ക് ശേഷം 70 പ്രാവശ്യം ഓതണം. അവിടെ തന്നെ ഇരുന്ന് 70 പ്രാവശ്യം പാരായണം ചെയ്യുക. അത് കഴിഞ്ഞാൽ ആ ജുമുഅയ്ക്ക് ശേഷം ആ ദിവസം അസർ മുതൽ ഓരോ വഖത്തിന് ശേഷവും 7 പ്രാവശ്യവും പാരായണം ചെയ്യുക. അസർ നമസ്കാരത്തിന് ശേഷം 7 പ്രാവശ്യം, മഗ്രിബിന് ശേഷം 7, ഇശാഇന് ശേഷം 7 എന്നിങ്ങനെ തുടങ്ങി അടുത്ത ജുമുഅ വരെ അങ്ങനെ തന്നെ പാരായണം ചെയ്യുക. അടുത്ത ജുമുഅയാകുമ്പോൾ ഇതേപോലെ ജുമുഅ സമയം വീണ്ടും 70 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം വീണ്ടും 7 പ്രാവശ്യം വീതം വെച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കടങ്ങൾ വീടാനുള്ള വഴികൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കും. നിങ്ങൾക്ക് ഗിന, ഐശ്വര്യം നിങ്ങളിലേക്ക് വന്ന് എത്താനുള്ള വഴികൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കും. നിങ്ങളുടെ മുന്നിലേക്ക് ഖൈറിന്റെ വാതിലുകൾ തുറന്നു വരും, അത്ഭുതകരമായി തുറന്നു വരും. ഇഖ്ലാസോടുകൂടി എൻ്റെ കാര്യം നടക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ചെയ്യേണ്ടത്. ആദ്യം പറഞ്ഞ സ്വലാത്തുൽ ഫാത്തിഹ നിങ്ങൾ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും.
സ്വലാത്തുൽ ഫാത്തിഹിനെ കൈവിടാതിരിക്കുക. ഏറ്റവും കുറഞ്ഞത് 33 പ്രാവശ്യം ചൊല്ലുക. ഒരു ദിവസം കുറഞ്ഞത് 1000 പ്രാവശ്യം ചൊല്ലാൻ കഴിയുന്നവർ അതെങ്കിലും ചൊല്ലുക. 1000 പ്രാവശ്യമൊക്കെ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ദായിമായിട്ട് കൊണ്ടുപോകണം. എല്ലാ ദിവസവും ചെയ്യണം. ദിവസവും മുടങ്ങാത്ത രൂപത്തിൽ സ്വലാത്താണ്. പരിശുദ്ധ സമയങ്ങളിലൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി സന്തോഷവും സമാധാനവും നൽകി നമ്മളെ ഐശ്വര്യവാനാക്കുമാറാകട്ടെ. നമുക്ക് വനി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.